ഒരു സ്ഥലത്ത് ഒരു വൃദ്ധ ദമ്പതിമാർ ഒരു സുഖവാസ കേന്ദ്രത്തിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. ബസ്സിലുള്ള അവരുടെ യാത്ര കുന്നിന്റെ മുകളിലുള്ള സുഖവാസ കേന്ദ്രത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെയുള്ള പ്രകൃതിയുടെ ഭംഗിയിൽ ആകൃഷ്ടരായി മുൻ തീരുമാനങ്ങളൊന്നുമില്ലാതെ ബസ് നിർത്താൻ പറയുകയും ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് ആ വൃദ്ധ ദമ്പതിമാർ അവിടെ ഇറങ്ങുകയും ചെയ്തു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ബസ് മുന്നോട്ടെടുക്കുകയും ഏതാണ്ട് 20 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു കൂറ്റൻ പാറക്കല്ല് മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന് ബസ്സിലിടിക്കുകയും അത് കാരണമായി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ബസ് യാത്രികർ മരണപ്പെടുകയും ചെയ്തു. ഇത് കണ്ട വൃദ്ധൻ തന്റെ പത്നിയോട് പറഞ്ഞു, നാം അവിടെ ഇറങ്ങണ്ടായിരുന്നു, നാം കൊണ്ട തീരുമാനം ശരിയായില്ല. വൃദ്ധ ചോദിച്ചു, എന്താ നാമും അവരോടൊപ്പം മരണപ്പെടണമെന്നാണോ താങ്കൾ പറയുന്നത്? വൃദ്ധൻ പറഞ്ഞു, അല്ല, നാം അവിടെ ഇറങ്ങാതിരുന്നു എങ്കിൽ ആ ബസ് കല്ല് വീഴുന്നതിനേക്കാൾ അപ്പുറം കടന്നു പോകുമായിരുന്നു. നാം അവിടെ ഇറങ്ങിയ അത്രയും സമയം അവിടെ നിർത്തിയത് കൊണ്ടാണ് ആ കല്ല് ബസ്സിൽ ഇടിക്കുവാൻ സാഹചര്യമായത്. ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കവരെ രക്ഷപ്പെടുത്താമായിരുന്നു. ഇങ്ങനെയാണ് ദൈവത്തിന്റെ തീരുമാനം മനുഷ്യരായ നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മുടെ വ്യക്തിപരമായിരുന്നാലും കുടുംബപരമായിരുന്നാലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഐക്യത്തിന്റെ കാരണം ഹൃദയവിശാലത ഒന്ന് തന്നെയാണ്. ഹൃദയവിശാലതയുണ്ട് എങ്കിൽ ഹരിതാഭമായ ഒരു മനസ്സും ഒരു സമൂഹത്തെയും അതിലൂടെ സൃഷ്ടിക്കുവാൻ സാധ്യമാകും.